ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കഥയിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ശരണ്യ എന്ന് പറയുന്ന ഒരു യുവതിയുടെയും ആൽവിൻ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെയും കഥയാണ് കേട്ടോ. രണ്ടുപേരും ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കഥയുടെ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളും ഞാനിപ്പം തന്നെ പറയുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി മുഷിപ്പിക്കാതെ കഥയിലേക്ക് പോയാലോ. പിന്നെ ഈ കഥ പറയുന്നത് ആൽവിനാണ് കേട്ടോ. അതുകൊണ്ട് ആൽവിന്റെ ശബ്ദത്തിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കൃത്യം 9 മണിയായ സമയത്ത് തന്നെ ഷോപ്പിലെത്തിയ സമയത്ത് തന്നെ മാനേജർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ഇത്ര ലേറ്റ് ആയത്? പിന്നെ നീ യൂണിഫോമും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ID കാർഡ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അത് മാത്രം ഇട്ട് കാണിച്ചു. അത് വേറെ ഒന്നുമല്ല, ഇന്ന് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അതുകൊണ്ടാണ് ഞാനൊന്ന് യൂണിഫോം ഇടാഞ്ഞത് എന്ന് മറുപടി പറയുന്ന സമയത്ത് അയാൾ തന്നെ പറഞ്ഞു, ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നിന്റെ കാര്യങ്ങൾ, പിന്നെ ഇവിടെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ യൂണിഫോമും കാര്യങ്ങളും ഇട്ടിരിക്കണം. പിന്നെ നിന്റെ അണ്ടറിൽ ഇന്നൊരാളെ ജോയിൻ ചെയ്യുന്നുണ്ട്, അപ്പം അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നീയാണ് എന്ന് മാത്രം സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മാനേജർ എന്നെ നോക്കിയിരുന്നു, മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മുങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് മാനേജറിന് തന്നെ അറിയാം. ചില ടൈമിൽ ഞാനിങ്ങനെ പഞ്ച് ചെയ്തിട്ട് തിരിച്ചു പോകാറുണ്ട്. ചില സമയത്ത് സിനിമയൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന ഒരു ഹോബി എനിക്കുണ്ടായിരുന്നു. ചില സമയത്താണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എപ്പോഴും ജോലി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. പിന്നെ ഒരു എന്റർടൈൻമെന്റോ കാര്യങ്ങളോ ഷോപ്പിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശരണി ചേച്ചി അവിടേക്ക് വരുന്നത്. ചേച്ചിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു യൂണിഫോം ഡ്രസ്സും കാര്യങ്ങളൊന്നുമില്ല, പുതിയ സ്റ്റാഫ് തന്നെയാണല്ലോ, അതുകൊണ്ട് യൂണിഫോമും കാര്യങ്ങളൊന്നും വേണ്ട. ചേച്ചി മുടി അല്പം നീട്ടി വളർത്തിയതാണ്. പിന്നെ ഏകദേശം ഒരു 32 വയസ്സ് അത്രയും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല പൊക്കമുള്ളൊരു ആളാണ് ശരണി ചേച്ചി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ ഒരു എടുപ്പ് തോന്നിക്കുന്ന ഒരു ആള് തന്നെ. അത്യാവശ്യം ലുക്സും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടതുകൊണ്ട് തന്നെ ചേച്ചിയെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തോന്നും. അങ്ങനെയായിരുന്നു ശരണി ചേച്ചി അവിടേക്ക് വന്ന് കയറുന്നത്. അപ്പൊ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, ഇതാണോ മാനേജർ പറഞ്ഞ ആള് എന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്ത് മാനേജർ ശരണി ചേച്ചിയെ എന്തോ ഒന്ന് ഒപ്പിട്ട ശേഷം നേരെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. പെട്ടെന്ന് ഞാൻ അവിടത്തേക്ക് നിൽക്കുന്ന സമയത്തിനെ മാനേജർ അവിടേക്ക് വിളിച്ചു, ആൽവിൻ ഒന്ന് നീ വന്നേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ശരണി ചേച്ചി എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് കേട്ടോ ഞാൻ രാവിലെ പറഞ്ഞ ആള്, നിന്റെ അണ്ടറിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. അപ്പം നീ തന്നെ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ കാര്യങ്ങളും പിന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. എന്തിനും ഒരു ഹെൽപ്പ് ഉണ്ടായിരിക്കണം. ആൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രഷറാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കസ്റ്റമർ വരുന്ന സമയത്ത് നീ ഒന്ന് ഡീലേ ചെയ്തേരെ. അപ്പൊ തന്നെ ഞാൻ മറുപടി പറഞ്ഞു, അവിടുത്തെ കാര്യം നോക്കണം, പിന്നെ ഇവിടുത്തെ കാര്യം നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാർ എന്ന് പറയുന്ന സമയത്ത് മാനേജർ തന്നെ പറഞ്ഞു, നീ ഏകദേശം അവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം മതി. പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് സാറ് 2 വെള്ളത്തിലും കാലുകുത്തി. അപ്പൊ തന്നെ ഞാൻ ശരണി ചേച്ചിയും വിളിച്ചോണ്ട് അവിടേക്ക് നടന്നു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, വീട് എവിടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അടുത്ത് തന്നെയാണ് ശരണി ചേച്ചി പറഞ്ഞത്. വീട് അടുത്തായതുകൊണ്ട് തന്നെ പോയി വരാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ മാനേജറിന്റെ ഒരു ബുദ്ധിയാണ് ശരണി ചേച്ചിയെ ഇങ്ങോട്ടാക്കിയത്. കുറച്ച് ശമ്പളം കൊടുത്താൽ മതിയല്ലോ. പോയി വരുന്നത് കൊണ്ട് തന്നെ അടുപ്പം എല്ലാം ഓക്കെ ആയതുകൊണ്ട് തന്നെ സ്റ്റാഫിനെ പെട്ടെന്ന് കിട്ടാൻ എളുപ്പമാണ്. അത് തന്നെ മാനേജറിനും അറിയായിരുന്നു. അങ്ങനെ ശരണ ചേച്ചി അത്യാവശ്യം എൻ്റെ കൂടെ ഇങ്ങനെ നടന്നു വന്നു. അപ്പൊ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ ശരണ ചേച്ചി അടുത്ത് കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആളൊരു പാവമാണെന്ന് എനിക്ക് തന്നെ തോന്നി. പിന്നെ അധികമൊന്നും അങ്ങനെ സംസാരിച്ച് തോന്നിയിട്ടില്ല. പിന്നെ ഒന്നും അറിയാത്തൊരു ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ക്ലാസ്സിലേക്ക് ഒരു സ്കൂളിലേക്ക് അങ്ങനെ ഒരു കുട്ടി വരുന്ന സമയത്ത് എങ്ങനെയാണോ അറിയാത്ത രീതിയിൽ പെരുമാറുന്നത്, അതുപോലെയായിരുന്നു ശരണ ചേച്ചിയുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തിരുന്നു. കാരണം എൻ്റെ ആ ഒരു അണ്ടറിലേക്ക് ആദ്യമായിട്ടായിരുന്നു ഒരാളെ കിട്ടുന്നത്. അതാണ് ശരണ ചേച്ചി. കാരണം ഞാൻ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രെയിനിങ് തരാൻ ആരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ടൈം മുകളിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ശരണി ചേച്ചിയുമായിട്ട് ഞാൻ പോയത് അടുത്ത ഒരു വെയർ ഹൗസിലേക്കാണ്. അവിടെയാണ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം വെച്ച് കെട്ടിയേക്കുന്നത്.
അതുമുതലാണ് ചെന്നൈ ചേച്ചി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇതാണ് കേട്ടോ ഓരോ പ്രൊഡക്റ്റും, അത് അടുക്കി വെച്ചേക്കുന്നത് അതേ കണക്ക് തന്നെ വെക്കണം. ചിലപ്പോൾ പുറത്തുനിന്ന് ചെക്കിങ്ങിനൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് കയറും. അപ്പം തന്നെ ഇത് അലങ്കോലമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് തന്നെയാണ് പ്രശ്നം. പിന്നെ ട്രെയിനിങ് തന്നത് ഞാനാണല്ലോ, അപ്പം എനിക്കും പ്രശ്നം വരും. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ഞാനത് പറയുന്ന സമയത്ത് ചെന്നൈ ചേച്ചി ഒന്ന് മൂളി. ഞാൻ ചെന്നൈ ചേച്ചി അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു, ചേച്ചി എന്താ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ലേ? എല്ലാത്തിനും ഒരു മൂളലും പിന്നെ ഒരു വിട്ട് സംസാരിക്കാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചെന്നൈ ചേച്ചി ഒന്ന് ചിരിച്ചു. അങ്ങനെ തോന്നിയല്ലേ? എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ പറയും, ഞാനിപ്പോൾ അങ്ങനെ എല്ലായിടത്തും പോയി കഴിഞ്ഞ സമയത്ത് അങ്ങനെ പെട്ടെന്ന് എല്ലായിടത്തും കമ്പനി ആവത്തില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എനിക്ക് എന്ന് ചെന്നൈ ചേച്ചി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പനി ആയില്ലെങ്കിൽ കമ്പനി ആയിക്കോണം, അല്ലെങ്കിൽ ഞാൻ കമ്പനി ആക്കി എടുക്കും കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ചെന്നൈ ചേച്ചി ശ്രമിച്ചു നോക്ക് എന്ന് തന്നെ മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരിച്ച് സംസാരിച്ചുകൊണ്ട് നിന്നു. മാനേജർ ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കൂടുതൽ ചിരിക്കേണ്ട കേട്ടോ, അയാൾ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുക്കില്ല എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തിങ്ങനെ നിൽക്കുക, ഓരോ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു തരും, അതിനൊക്കെ ഒക്കെ പറഞ്ഞിങ്ങനെ നിന്നാൽ മതി എന്ന് ഞാൻ ശരണി ചേച്ചി അടുത്ത് പറയുന്ന സമയത്ത് ശരണി ചേച്ചി എല്ലാത്തിനും ഒന്ന് തലയാട്ടി. പാവം ശരണി ചേച്ചിക്ക് ഒന്നും അറിയില്ല കൂടുതലായിട്ടൊന്നും, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു സമയത്ത് എന്നും അറിയാതെ വന്ന് കയറുന്നതുകൊണ്ടാണ് നമുക്കെന്തും സംസാരിക്കാനും പെരുമാറ്റാനും പറ്റുന്നത്. പെട്ടെന്ന് എനിക്ക് കൂടുതൽ അറിയാനായിട്ട് തുടങ്ങിപ്പോയി. മറ്റൊന്നുമല്ല, ചെന്നൈ ചേച്ചിയുടെ ഓരോ കാര്യങ്ങളും. അങ്ങനെ ഞാൻ ചെന്നൈ ചേച്ചിയുടെ അടുത്ത് വീണ്ടും വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ചേച്ചിയുടെ വീട് അടുത്ത് തന്നെയല്ലേ? അപ്പോൾ ഉച്ചയ്ക്ക് ഊണിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അവിടെ പോയി കഴിക്കുകയാണോ അതോ ഇവിടേക്ക് കൊണ്ടുവരികയാണോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചീൻ്റെ മറുപടി പറഞ്ഞു, ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനാണ് പ്ലാൻ, പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ കിട്ടുമോ? ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ പിന്നെ താഴെ ലഞ്ച് ബ്രേക്കിനും കാര്യങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അകത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ എന്ന് പറഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയൊന്ന് ശ്രദ്ധിച്ചു. ഒരു ചുവപ്പ് കളർ സാരിയായിരുന്നു വേഷം. ആ സമയത്ത് ഒരു ID കാർഡ് പോലെ എന്തോന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ചേച്ചിയുടെ ID കാർഡ് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ നേരത്തെ തന്നെ കിട്ടിയല്ല എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഏതോ ഒരു ID കാർഡാണ്, ഒരു ലുക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാനേജർ എനിക്ക് എടുത്തത് തന്നെയാണ് എന്ന് ശരണി ചേച്ചി എനിക്ക് മറുപടി തന്നു. അപ്പോൾ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആൾക്ക് പ്രാന്താണ് കേട്ടോ, ഇവിടെയൊക്കെ പോയ സ്റ്റാഫിൻ്റെയൊക്കെ ID കാർഡും കാര്യങ്ങളൊക്കെയാണ്, അതാണ് ചേച്ചിക്ക് എടുത്ത് തന്നത്, ഇപ്പം കണ്ട ലുക്കൊക്കെ തോന്നിക്കുന്നുണ്ട് കേട്ടോ എന്ന് ഞാൻ ശരണി ചേച്ചിയെടുത്ത് പറഞ്ഞു. എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമാണെന്നെങ്കിൽ ഇനി അപ്പുറത്ത് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചെടുത്തു. ആ സമയത്ത് ശരണി ചേച്ചിയെടുത്ത് പറഞ്ഞു, ഈ സാധനം നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ, എനിക്ക് നന്നായിട്ടൊന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് തരണം എന്ന് ശരണി ചേച്ചിയെടുത്ത് പറയുമ്പോൾ ചേച്ചി അതെല്ലാം കേട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ സാധനങ്ങളും ഞാനിങ്ങനെ കാണിച്ചു. പെട്ടെന്നാണ് ശരണ ചേച്ചിയുടെ ബാഗിൽ ഒരു കോള് വന്നത്. ചേച്ചിയുടെ മൊബൈൽ ഇങ്ങനെ റിങ് ചെയ്യുന്നു. ഞാൻ അവിടേക്ക് ആ സമയത്താണ് ശ്രദ്ധിച്ചത്. ആ ടൈമിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ ശരണ ചേച്ചിയുടെ ഞാൻ പറഞ്ഞു, ഇവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ശരണ ചേച്ചി ഒന്ന് വെപ്രാളപ്പെട്ടു. അയ്യോ, വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, ഇവിടെ ജോലിക്ക് വരുന്നതിനെ അവിടുന്ന് പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ്, അതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ വീണ്ടും പറഞ്ഞു, മാനേജർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് ചേച്ചി, ഇത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വഴികൾ നോക്കേണ്ടി വരും എന്ന് പറയുന്ന സമയത്ത് തന്നെ ശരണി ചേച്ചി പറഞ്ഞു, അയ്യോ എനിക്ക് ഇത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല സാറേ, എനിക്കിത് വേണം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചീനെ സാറേന്നൊന്നും വിളിക്കണ്ട, ഞാനും ചേച്ചിയുടെ പൊസിഷനിലൊക്കെ തന്നെയാണ്, ചേച്ചിയെക്കാട്ടിൽ കുറച്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രം, അപ്പോൾ ഒന്ന് ട്രെയിനിങ് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചത് ചെയ്യേണ്ടെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വന്ന് ഫൈനൊക്കെ ഇടും, പിന്നെ എനിക്കും പ്രശ്നമാണ്, ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ല എന്ന് വേണം, പിന്നെ ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വേണമെങ്കിൽ വീട്ടിൽ വിളിക്കാം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഫോൺ എൻ്റെ കയ്യിൽ തന്നേരെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ തരാം, അല്ലാതെ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ അലൗഡല്ല, അത് പിന്നെ പ്രശ്നമാകും എന്ന് പറയുമ്പോൾ ചന്ദി ചേച്ചി ഒന്ന് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ,
നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാലോ എന്ന് പറയുമ്പോൾ ചെന്നൈ ചേച്ചി വീണ്ടും പകച്ചു തന്നെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാൻ ചേച്ചിക്ക്, ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഒരു സഹായം പോലെ ചേച്ചിയുടെ മുഖത്ത് ഒരു നല്ല സന്തോഷം തോന്നി. ആള് പാവമാണ്. അപ്പൊ തന്നെ ഒന്നും അറിയാത്തത് പോലെയാണ് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ശരണി ചേച്ചിയുമായിട്ട് ഓരോ കാര്യങ്ങളുടെയും പ്രോഡക്റ്റിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. കസ്റ്റമർ വന്നിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പെരുമാറണം, ഏതൊക്കെ സാധനങ്ങളാണ്, ഏതൊക്കെ എടുത്തു കൊടുക്കണം, കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതും എല്ലാം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ശരണി ചേച്ചിക്ക് ദഹിക്കുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ചേച്ചിക്ക് നേരത്തെ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാൻ ഇത്രയും കാലം അടുക്കളയിൽ തന്നെയായിരുന്നു മക്കളെ, അതുകൊണ്ട് എനിക്കിങ്ങനെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ ചന്ദ ചേച്ചിയെടുത്ത് പറഞ്ഞു, ചേച്ചിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. പിന്നെ യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സാരി തന്നെ ആയിരിക്കും. പിന്നെ ചേച്ചി ഉടുത്തേക്കുന്ന ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിരിക്കത്തില്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അത് കുറച്ച് ലെവലായിട്ടതേ ആ ഒരു ബൊമ്മ നിൽക്കുന്നുണ്ടല്ലേ, അതിലേക്ക് നോക്കിയേ, അതിൻ്റെ സാരി ഉടുത്തേക്ക് നോക്കിയേ, ഒരു വെസ്റ്റേൺ സ്റ്റൈലൊക്കെ ഇല്ലേ, ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ സാരിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം ചേച്ചി അതേ രീതിയിൽ കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ചേട്ടൻ ചേച്ചി പറഞ്ഞു, അയ്യോ ഇത് കണക്കൊന്നും വീട്ടിൽ നിന്ന് വിടത്തില്ല കൊടുത്തോണ്ട്, അത് ചെറിയ പ്രശ്നമാണ് എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ചേച്ചി, ഒന്നെങ്കിൽ ഈ സാരി എടുത്തോണ്ടേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മാനേജർ ഇപ്പം എന്താ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാരി വരുന്ന എല്ലാവർക്കും അങ്ങനെ കൊടുക്കണമെന്ന്. യൂണിഫോം സാരി ഇപ്പം അവൈലബിൾ ആണ്, ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം, എന്തെങ്കിലും ഉടുത്തോണ്ട് നിൽക്കുന്നത് നിർബന്ധമാണ്, എന്തായാലും ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ശരണി ചേച്ചി എടുത്ത് ഞാൻ ആ ഒരു യൂണിഫോം സാരി എടുത്തുകൊണ്ട് കൊടുത്തു. എന്നിട്ട് അത് മാറാനുള്ള ആ റൂമും ആ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ ഞാൻ ശരണി ചേച്ചി അവിടേക്ക് കൊണ്ടുപോയി. അവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ റൂമിലാണെങ്കിൽ ഒരു സെക്യൂരിറ്റി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അയാളടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒന്ന് പുറത്തു പോണേ, ആള് പുതിയ ആളാണ്, അപ്പം സാരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ ഒരു മൂശാട്ട സ്വഭാവത്തോടെ സെക്യൂരിറ്റി അവിടെ നിന്ന് എഴുന്നേറ്റു. ആള് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയായിരുന്നു, അതുകൊണ്ട് തന്നെ ആൾക്ക് ആ ഒരു ദേഷ്യം ഉണ്ടായിരിക്കും. കിടന്നുറങ്ങല്ലേ കട്ടില്ലേ, അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ഒരു റെസ്റ്റ് റൂമാണ് കേട്ടോ ചേച്ചി, നമുക്കെന്തെങ്കിലും ക്ഷീണമോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടന്നാൽ മതി. ഇന്നാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. ഇന്നലെ ആൾക്ക് നൈറ്റ് ഡ്യൂട്ടി കൊടുത്തായിരുന്നു, അപ്പം ആൾക്ക് കിടക്കാനും കാര്യങ്ങൾക്കും ഇവിടെയാണ് കൊടുത്തത്. പിന്നെ ആൾ കുറച്ച് കഴിയുമ്പം നേരെ വീട്ടിലേക്ക് പൊക്കോളും. ഇന്നലെ നിന്നതിൻ്റെ കുറച്ച് ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് ഇന്നിവിടെ കിടക്കുന്നത്. പിന്നെ ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും ഇവിടെ വന്ന് കിടക്കാട്ടോ, ഇത് നമ്മുടെ ഒരു പ്രൈവറ്റ് പ്ലേസ് ആണ്. അപ്പോൾ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, എന്നിട്ട് ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആ ഫോണും കാര്യങ്ങളൊക്കെ തരാം, അപ്പം ചേച്ചിക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഓക്കെയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പം തന്നെ ശരണി ചേച്ചിക്ക് നല്ല സന്തോഷമായി. പിന്നെ ഞാനൊരു കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. യൂണിഫോം സാരിയാണ് ആദ്യം കൊടുത്തത്, പിന്നെ ബ്ലൗസും കാര്യങ്ങളും അതിന് അത് ആ ഒരു അളവും കാര്യങ്ങളൊക്കെ എടുത്ത് അത് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരണി ചേച്ചിയോട് പറഞ്ഞു. അല്ലാതെ അളവും കാര്യങ്ങളും എടുക്കാതെ ഇതൊന്നും നടക്കത്തില്ല. യൂണിഫോമിലുള്ള സാരീസും കാര്യങ്ങൾക്കും അതിൻ്റെ ബ്ലൗസിൻ്റെ അളവ് നോക്കണം. തൽക്കാലം ഇത് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ സാരി ഇത് കൊടുത്തോ, ID കാർഡ് മാനേജർ തന്ന പോലെ ആ ഫേക്ക് തന്നെ യൂസ് ചെയ്തോ, കസ്റ്റമർ കാണുമ്പം ഒരു ID കാർഡ് യൂസ് ചെയ്തെന്ന് കാണണം. എന്നിട്ട് ചേച്ചിയുടെ മുടി ഇങ്ങനെ ഇടാൻ പാടില്ല, കുറച്ച് ഷേപ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കുറച്ച് ഫ്രണ്ടിലോട്ട് വെട്ടിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ആ ഒരു കസ്റ്റമർ സർവീസിന് അത് തന്നെയാണ് ബെസ്റ്റ്. അങ്ങനെ ഞാൻ ശരണി ചേച്ചിട്ട് പറഞ്ഞു. അപ്പം തന്നെ ശരണി ചേച്ചിയെല്ലാം ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഒരു ടെൻഷൻ അടിച്ച് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചേച്ചിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അതിങ്ങനെ എല്ലാം ചെവിയോടെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു ശരണി ചേച്ചി. പെട്ടെന്ന് ഞാൻ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ചേച്ചി ഇവിടെ കട്ടിലോട്ട് തന്നെ ഇരുന്നേ, ഇങ്ങനെ ബീപ്പ് കൂടി നിന്ന് കഴിഞ്ഞാൽ ഇവിടെങ്കിലും തല കറങ്ങി വീഴും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശരണി ചേച്ചിയെ ഞാൻ ഇവിടെ പിടിച്ചിരുത്തി.
പെട്ടെന്ന് ഞാൻ ആ കട്ടിലേക്ക് ഇരുന്നിട്ട് ശരണി ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് ശരണി ചേച്ചി പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇതൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ശരണി ചേച്ചി എടുത്ത് ഞാൻ തന്നെ പറഞ്ഞു, അതൊന്നും പേടിക്കൊന്നും വേണ്ട. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റാഫായിട്ട് നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വണ്ടി വിടും. പിന്നെ ആള് ബിസിനസ്സിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പിന്നെ ബാക്കി 2-3 സ്റ്റാഫുണ്ട്, അവരൊന്നും ഇപ്പം വരത്തില്ല, തിരക്കില്ലല്ലോ. തിരക്കുള്ളപ്പം സ്റ്റാഫും കാര്യങ്ങളും കൂടും. അതുവരെ ചേച്ചി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ചേച്ചി ചേച്ചിയുടേതായിട്ടുള്ള രീതിയിൽ അവിടുന്ന് വന്നാൽ മതി. ഞാനിവിടുന്ന് എല്ലാം റെഡിയാക്കിക്കോളാം. ഒന്ന് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, പിന്നെന്തിനാ ചേച്ചി പേടിയുന്നേ എന്ന് പറഞ്ഞ് ശരണ ചേച്ചിയെ ഞാൻ ഒന്ന് ചേർത്ത് പിടിച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കെയറും കാര്യങ്ങളും എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഒരു പ്രചോദനം പോലെ ചേച്ചി അത് കണ്ടു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ജോലിയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് ചേച്ചിയുടെ വഴിക്ക് പോകാം. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിലും അധികം ഒന്നും ഇവിടെ നിൽക്കാറില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചില സമയത്താണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ വല്ല സിനിമയ്ക്കും പോകും. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കൂടിക്കോ, ഇങ്ങനെ ഇവിടെ നിന്ന് ബോറടിക്കണ്ട. പെട്ടെന്ന് തന്നെ ശരൺ ചേച്ചി അതുവരെയും ഉണ്ടായിരുന്നിട്ട് വാ തുറന്നു, അയ്യോ അതൊന്നുമില്ല, വീട്ടിലാണെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളുമാണ്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും വിടില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആണോ, എന്നാൽ പിന്നെ വേണ്ട ചേച്ചി, എന്നാൽ പിന്നെ ചേച്ചിയുടെ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ച് നിന്നു, അങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട. ഞാനാണെന്നുണ്ടെങ്കിൽ എന്തിനും സപ്പോർട്ടാണ്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ കാര്യം പറയാനും പിടിക്കാനും ഒക്കെ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്, അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്ന് ഞാൻ ശരണി ചേച്ചിയടുത്ത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. എല്ലാത്തിനും ഒരു പുഞ്ചിരി പോലെ ശരണി ചേച്ചി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് വന്നേ, ഞാൻ നോക്കട്ടെ. ശരണി ചേച്ചിയുടെ ആ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അതിനകത്ത് വേണം കസ്റ്റമറൊക്കെ വീഴാനായിട്ട്. പിന്നെ മാനേജറും വീണ് കഴിഞ്ഞാൽ ഇനി നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. പിന്നെയാണെന്നുണ്ടെങ്കിൽ അധികം പണിയൊന്നും എടുക്കണ്ട, നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നടന്നു പോയാൽ മതി എന്ന് തന്നെ ഞാൻ ശരണി ചേച്ചിയുടെ പറഞ്ഞു. ആ സമയത്ത് ആളെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തിറങ്ങി കുറച്ച് സമയം ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇങ്ങനെ നിന്നു. ശരണി ചേച്ചി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ആ സാരി ഉടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട്, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് നമുക്ക് എന്ന് പറഞ്ഞ് ഞാൻ ശരണി ചേച്ചി പിടിച്ചുകൊണ്ട് നേരെ മുറിക്കകത്തേക്ക് കയറി. ശേഷം ഞാൻ പറഞ്ഞു, കട്ടിലേക്ക് ഇരുന്നോളൂ ചേച്ചി, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ടച്ചപ്പ് പണികൾ കാര്യങ്ങളൊക്കെ അതൊക്കെ അത് റെഡിയാക്കി കൊടുക്കുന്ന സമയത്ത് ശരണി ചേച്ചി ഒരു അൻസനുള്ള കുട്ടിയെ പോലെ അവിടെ ഇരുന്നു. ഞാനിപ്പോൾ ശരണി ചേച്ചിയുടെ ഒരു യജമാനൻ എന്ന രീതിയിലാണല്ലോ, ഒരു സീനിയർ സ്റ്റാഫ്, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരണി ചേച്ചി ഒരു അനുസരണമുള്ള കുട്ടിയെ പോലെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇഷ്ടമല്ലാത്തത് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഇരുന്നു. അതിനുശേഷം ശരണി ചേച്ചിക്ക് എല്ലാ പ്രചോദനം എന്ന പോലെ ഞാനിങ്ങനെ ഓരോന്നോരോന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ നിൽക്കണം, എങ്ങനെ പെരുമാറണം, അതെല്ലാം ശരണി ചേച്ചി എല്ലാം വ്യക്തതയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഇപ്പം തന്നെ അവിടെ ചെന്ന് ഒരു കസ്റ്റമറെ പിടിക്കാൻ നോക്ക്, അത് ചേച്ചിയുടെ കഴിവാണ് കേട്ടോ, അതിനനുസരിച്ച് വേണം നിൽക്കാനൊക്കെ ആയിട്ട്. അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഈ പാവത്തൻ പരിപാടിയൊക്കെ നിർത്തണം കേട്ടോ, കുറച്ച് ഉഷാറും സ്മാർട്ട്നെസ്സും ഒക്കെ ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് പോകാൻ പാടാണ്. പിന്നെ മാനേജർ അയാൾ മുതലാളിയാണ് ഇവിടുത്തെ, അയാൾ മൊത്തം നോക്കും, ചേച്ചി എന്ത് ചെയ്യുന്നു അതെല്ലാം ആൾ സെർച്ച് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ ചേച്ചി അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെ ഞാൻ ശരണി ചേച്ചിയുടെ പറഞ്ഞു. അങ്ങനെ ശരണി ചേച്ചിയെ ഞാൻ വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ വന്നു. കസ്റ്റമറെ ഡീൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാനും ഫ്രണ്ടിൽ നിന്നു. അങ്ങനെ ശരണി ചേച്ചി മെല്ലെ മെല്ലെ ഓരോന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കുമ്പോഴുള്ള ചിരിച്ചുകൊണ്ടുള്ള പെരുമാറ്റം കസ്റ്റമർക്ക് അത് ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. ഞാൻ ആ സമയമാണെന്നുണ്ടെങ്കിൽ ശരണി ചേച്ചിയെ ഒന്ന് ഞോണ്ടിയായിട്ട് പറഞ്ഞു, കുറച്ച് ഇതായിട്ട് സംസാരിക്കാൻ. അപ്പം തന്നെ ശരണി ചേച്ചി എൻ്റെ ആ ഒരു ആക്ഷൻ അനുസരിച്ച് പെരുമാറുന്ന രീതികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആളെക്കൊണ്ട് നല്ല നല്ല രീതിയിൽ കഴിഞ്ഞു പോകും എന്നുള്ള കാര്യം.
അങ്ങനെ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആ കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ ചരണ ചേച്ചിയും ആൽബിനും അവരുടെ ആ ഒരു സൗഹൃദങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പം കഥ എല്ലാവരും കേൾക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.